സമന്താധിപത്യത്തിന്റെ ഒരു മീറ്റിംഗ് ഇവിടെ അരങ്ങേറിയിരുന്നു. അതിന് മറുപടി പറയുക മാത്രമല്ല ഞങ്ങളുടെ ലക്ഷ്യം. CSDSനെ തകർക്കുവാൻ വേണ്ടി ആസൂത്രിതമായി സംസ്ഥാന വ്യാപകമായി നടന്നുവരുന്ന ഭരണകൂട ഭീകരതയ്ക്കും അതിന് നേതൃത്വം കൊടുക്കുന്ന CPMന്റെ ദളിത് വേട്ടയ്ക്കുമെതിരായി CSDS ആരംഭിച്ചിട്ടുള്ള പ്രക്ഷോഭ പരിപാടികളുടെ തുടക്കമാണ് പുളിക്കൽ കവലിൽ ഇന്ന് അരങ്ങേറുന്നത്. ഇത്തരമൊരു സമ്മേളനം ഈ ചന്ത മൈതാനിയിൽ നടത്തുവാനാണ് ഞങ്ങൾ ഇവിടുത്തെ പ്രവർത്തകരോട് ആവശ്യപ്പെട്ടത്. നമ്മുടെ ആളുകൾ പറഞ്ഞു, ചന്തയ്ക്കകത്ത് വേണ്ട വഴിയിൽ തന്നെ നീക്കി ഏതായാലും 2 കേസ് എടുക്കും. എന്നാൽ വഴി ഈ ആളിനെ ഒന്ന് കണ്ടോട്ടെ. CSDS തീർന്നു പോയി എന്നാണ് ചില മണ്ടന്മാരൊക്കെ വിളിച്ചു പറയുന്നത്. അങ്ങനെയുള്ള ആളുകൾക്ക് കാണാൻ കൂടിയാണ് ഞങ്ങൾ സമ്മേളനം ഈ KK റോഡിന്റെ നടുക്കായിട്ട് വെച്ചിരിക്കുന്നത്. ചേരമ സാംബവ ഡെവലപ്മെന്റ് സൊസൈറ്റി 2013 സെപ്റ്റംബർ മാസം 8-ാം തീയതിയാണ് ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്തതെന്ന് നമുക്കറിയാം. അതിന് മുന്നോടിയായി തന്നെ 2000 വർഷം പിറക്കുന്ന ആ കാലഘട്ടത്തിൽ CSDSനെ കുറിച്ചുള്ള ഒരു ചർച്ചയും ചിന്തയും ഈ പുളിക്കൽ കവലയിൽ ആരംഭിച്ചിരുന്നു എന്നുള്ള ഒരു വസ്തുത ചില ആളുകൾക്കെങ്കിലും അറിയാമെന്നാണ് എന്റെ വിശ്വാസം. എന്നാൽ ചില ആളുകൾക്ക് അറിയാനും കഴിയത്തില്ല. ഈ വാഴൂർ പഞ്ചായത്തിന്റെ പ്രധാനപ്പെട്ട ജംഗ്ഷനായ പുളിക്കൽ കവലയെയും ദളിത് വിഭാഗങ്ങളുടെ ഒരു ഐക്യനിര കഴിഞ്ഞ കുറെ കാലമായി ഉണ്ടായിരുന്നു എന്നുള്ളതും ചില ആളുകൾക്കെങ്കിലും അറിയാമെന്നുള്ളതാണ് എന്റെ വിശ്വാസം. അന്ന് മുതലേ രൂപപ്പെട്ടു പോകുന്ന ഒരു ആശയമാണ് CSDS പോലുള്ള ഒരു പ്രസ്ഥാനത്തിന് രൂപം കൊടുക്കുക എന്നുള്ളത്. എന്നാൽ 1997 ഈ പുളിക്കൽ കവലിൽ അത്തരമൊരു ആശയം രൂപപ്പെട്ടതും ഈ നാട്ടുകാർക്കറിയാം. അത് മറ്റൊന്നുമായിരുന്നില്ല, ഈ പുളിക്കൽ കവലിൽ ചേർന്നുള്ള വാഴൂർ പഞ്ചായത്തിന്റെ അന്നത്തെ 1-ാം വാർഡിൽ ഇത്തരമൊരു കൂട്ടായ്മ രൂപീകരിച്ചുകൊണ്ടാണ് ഞങ്ങൾ ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിനെ നേരിട്ടതും ആ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ 3-ാം സ്ഥാനത്ത് തള്ളിക്കൊണ്ട് വിജയിച്ചത് ഇന്ന് ഈ പ്രഖ്യാപിക്കുന്ന കൂട്ടായ്മയാണ്. അതിനുശേഷവും വാഴൂർ പഞ്ചായത്തിന്റെ പല മേഖലകളിലും ഈ കൂട്ടായ്മ ഉണ്ടായിരുന്നു. പല ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലും ഇടതുപക്ഷ പ്രസ്ഥാനത്തെ 3-ഉം 4-ഉം സ്ഥാനത്ത് തള്ളിക്കൊണ്ട് ഒരു വലിയ മുന്നേറ്റത്തിന് രൂപം കൊടുക്കുവാൻ ഈ കൂട്ടായ്മയ്ക്ക് കഴിഞ്ഞു. അങ്ങനെ ഇരിക്കുകയാണ് 2013 മെയ് മാസം 26-ാം തീയതി മിഥുൻ എന്ന ചെറുപ്പക്കാരനെ ഈ പുളിക്കൽ കവലയിൽ വെച്ച് മുൻപ് മാർക്സിസ്റ്റ് പാർട്ടിക്ക് വേണ്ടി ഗുണ്ടായിസം നടത്തിക്കൊണ്ടിരുന്ന കോളേജ് രാഷ്ട്രീയ രംഗത്ത് ഒട്ടനവധി KSUക്കാരെയും EVP-ക്കാരെയും ഒക്കെ മർദ്ദനത്തിനിരയാക്കിയ ഒരു കാപാലികന്റെ വെട്ടേറ്റ്, ഒരു മാർക്സിസ്റ്റ് ഭീകരന്റെ വെട്ടേറ്റ് മിഥുൻ എന്ന ചെറുപ്പക്കാരൻ 2013 മെയ് മാസം 26-ാം തീയതി രാത്രി ഈ പുളിക്കൽ കവലയിൽ അന്ത്യശ്വാസം വലിച്ചത് നിങ്ങൾക്കറിയാം. അതിനുശേഷം ഉണ്ടായിട്ടുള്ള സംഭവവികാസങ്ങളും നിങ്ങൾക്കറിയാം. 27-ാം തീയതി അർദ്ധരാത്രിയിൽ ഈ പുളിക്കൽ കവലിയ പരിസര പ്രദേശങ്ങളിൽ ഞങ്ങൾ ഓടിയെത്തി. ആ കുടുംബത്തിന് കൈത്താങ്ങായി, ആ കുടുംബത്തിന്റെ ദുഃഖത്തിൽ ഓടിയെത്തിയ ആളുകളാണ് ഇന്ന് CSDSന് നേതൃത്വം കൊടുക്കുന്ന ഞാനും AC പ്രസിഡന്റും MS സജനവും അടക്കമുള്ള ജോസ് P വർഗീസ് അടക്കമുള്ള ഷാജിയുടെ അടക്കമുള്ള നിരവധി നേതാക്കന്മാർ എന്ന് ഈ പ്രദേശത്തുള്ള ആളുകൾക്കറിയാം. അന്ന് ഇവിടുത്തെ ഒരു രാഷ്ട്രീയക്കാരനെയും ഞങ്ങൾ കണ്ടില്ല ആ കുടുംബത്തോടൊപ്പം ചേർന്ന് നിൽക്കുവാൻ, അവരെ സഹായിക്കുവാൻ. എന്തുകൊണ്ടാണ് കാരണം? ആ കൊലയാളി മാർക്സിസ്റ്റ് പാർട്ടിക്കാരനും ഇവിടുത്തെ വരേണ്യവർഗക്കാരനുമായതുകൊണ്ട് ആ കൊലയാളിയെ സംരക്ഷിക്കുവാനാണ് ഇവിടുത്തെ പാർട്ടി നേതൃത്വം തീരുമാനിച്ചത് എന്നുള്ളത് പകൽ പോലെ വെളിച്ചമുള്ള സത്യമാണ്. 2013 28-ാം തീയതി മെയ് മാസം 28-ാം തീയതി മൃഗന്റെ മൃതശരീരം ഈ പുളിക്കൽ കവലയിലൂടെ പോകുമ്പോൾ കടകമ്പോളങ്ങൾ പോലും അടയ്ക്കുവാൻ മടിച്ചിരുന്നയാൾ
ഇവിടെ ഉള്ളതെന്നും ഞങ്ങൾക്കറിയാം. മാത്രമല്ല അതിനുശേഷം ഉണ്ടായിട്ടുള്ള ഒട്ടനവധി പ്രക്ഷോഭങ്ങളിലും സമരങ്ങളിലും ഇതിന്റെ ഘാതകരെ അറസ്റ്റ് ചെയ്യണമെന്നും യഥാർത്ഥ പ്രതികളെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരുവാൻ വേണ്ടിയും അന്ന് രൂപീകരിച്ച ഒരു കൂട്ടായ്മയാണ് പിന്നീട് 2000 പ്ലാൻ ചെയ്ത CSGS ആയി രൂപപ്പെട്ടത് എന്നുള്ളത് ചരിത്രപരമായ വസ്തുതയാണ്. എന്നാൽ ഈ അടുത്ത കാലത്തുണ്ടായ സംഭവങ്ങളിലേക്ക് അടക്കേണ്ട മറ്റു കാര്യങ്ങളിലേക്ക് കടക്കുന്നില്ല. മിഥുന്റെ കുടുംബത്തോടൊപ്പം ആ ദുഃഖങ്ങളിൽ സഹായിച്ച ഞങ്ങൾ അന്ന് പുളിക്കൽ കവലയിലും പരിസര പ്രദേശങ്ങളിലുള്ള നിങ്ങൾക്കറിയാം, എരിമത്തല, പ്ലാക്കൽ, നെടുമാവ്, പുള്ളിയിൽ, അതുപോലുള്ള കാപ്പുകാട് തുടങ്ങിയ 13 പ്രദേശങ്ങളിലുള്ള കൂട്ടായ്മകൾ മാത്രമാണെന്ന് ഈ മിഥുന്റെ മരണവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വിഷയത്തിൽ പ്രതിഷേധിക്കുവാനുണ്ടായിരുന്നു. മറ്റ് പ്രദേശങ്ങളിലുള്ള ഞങ്ങളുടെ ദളിത് സഹോദരങ്ങളൊന്നും തന്നെ വന്നില്ല. ഈ അടുത്ത പ്രദേശങ്ങളിലുള്ള ആളുകൾ ഒന്നിച്ചു ചേർന്ന കുടുംബത്തിന്റെ ദുഃഖത്തിൽ പങ്കുചേരുകയും യഥാർത്ഥ പ്രതിക്കെതിരായി സന്ധിയില്ലാ സമരം നടത്തുകയും ചെയ്തത് ഈ നാട്ടിലെ ജനാധിപത്യ വിശ്വാസികൾ മറന്നുപോകുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നില്ല. പക്ഷേ ആ കാലഘട്ടത്തിൽ ഈ പുളിക്കൽ കവല YMCAയിൽ ഒരു സർവകക്ഷി യോഗം വിളിച്ചിട്ട് ഈ നാട്ടിലെ മുഴുവൻ രാഷ്ട്രീയ പാർട്ടികളെയും വ്യാപാരി വ്യവസായികളെയും എല്ലാ സമുദായക്കാരെയും വിളിച്ചിട്ട് ഒരാൾ പോലും ആ YMCA ഹാളിൽ എത്തിച്ചേർന്നില്ലെന്നുള്ളതും മറ്റൊരു വസ്തുതയാണ്. ഞങ്ങൾക്കത് മറക്കാൻ കഴിയത്തില്ല, പലരും മറന്നുപോയെങ്കിലും. അതിനുശേഷം ഇവിടെ രൂപപ്പെട്ട ദളിത് കൂട്ടായ്മ മിഥുന്റെ കുടുംബത്തെ സഹായിക്കുവാനും തീരുമാനിച്ചു. മിഥുന്റെ കുടുംബത്തെ മാത്രമല്ല, ഈ നാട്ടിലെ ഇത്തരം ആളുകൾക്ക് നേരെ ഉണ്ടാകുന്ന അതിക്രമങ്ങളെയും അക്രമങ്ങളെയും നേരിടുവാൻ, ഇനിയും ഇത്തരം കൊലപാതകങ്ങൾ ഈ പുളിക്കൽ കവലയിലോ ഈ പരിസരത്തോ ആവർത്തിച്ചാൽ അതിനെ ശക്തമായി നേരിടുവാൻ വേണ്ടിയാണ് ഞങ്ങൾ പ്രസ്ഥാനത്തിന് രൂപം കൊടുത്തത്. ആ പ്രസ്ഥാനത്തിന് രൂപം കൊടുത്തപ്പോൾ ഞങ്ങൾ ചാരിറ്റി പർപ്പസ് എന്ന് പറയുന്ന ഒരു അജണ്ടയിൽ നിന്നുകൊണ്ട് തന്നെ ഈ വിഭാഗം ആളുകളെ സഹായിക്കുവാൻ വേണ്ടിയും ഞങ്ങൾ തീരുമാനിച്ചിരുന്നു. അങ്ങനെയാണ് മിഥുന്റെ കുടുംബത്തെയും സഹായിക്കുവാൻ ഞങ്ങൾ തീരുമാനിച്ചത്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പുളിക്കൽ കവലയുള്ള ഏതെങ്കിലും രാഷ്ട്രീയക്കാരൻ, ഏതെങ്കിലും എന്നെ ശ്രദ്ധിക്കുന്ന വ്യാപാരികൾ, വ്യവസായികൾ 1 രൂപയെങ്കിലും മിഥുന്റെ കുടുംബ സഹായ നിധിയിലേക്ക് തന്നിട്ടുണ്ടോ? ഞാൻ വെല്ലുവിളി ചോദിക്കുന്നു. നിങ്ങൾക്ക് ആർക്കെങ്കിലും പറയാൻ? ഏതെങ്കിലും ഒരു ആളുടെ 10 രൂപ മിഥുൻ കുടുംബ സഹായ നിധിയിലേക്ക് CSGS മേടിച്ചിട്ടുണ്ടെന്ന് പറയാമെങ്കിൽ ആ സമയം ഞങ്ങൾ ഈ പ്രസ്ഥാനം പിരിച്ചുവിടും. ഞങ്ങൾ നിങ്ങളോടൊപ്പം ചേരാൻ ആഗ്രഹിക്കുകയാണ്. ഇവിടെ ഒരാളോട് പോലും 10 രൂപ ഞങ്ങൾ പിരിച്ചില്ല. പിന്നെ ആരാണ് മിഥുൻ കുടുംബ സഹായത്തിലേക്ക് പൈസ തന്നത്? ഞങ്ങളോടൊപ്പം ഉണ്ടായിരുന്ന 13 ദളിത് കുടുംബ കൂട്ടായ്മയിലുള്ള ആളുകൾ 500, 250, 300 രൂപ തന്ന് ആ ചെറിയ നിക്ഷേപം മിഥുന്റെ അമ്മയ്ക്ക് ഞങ്ങൾ കൈമാറിയത് അന്നത്തെ വീഡിയോ ക്ലിപ്പുകൾ സൂചിപ്പിക്കുന്നുണ്ട്. ആ കാര്യങ്ങൾ അങ്ങനെ പോവുകയാണ്. ആ കുടുംബത്തിന് അറിയാം. ഞങ്ങൾ ഒരിക്കലും ആ കുടുംബത്തെ കുറ്റപ്പെടുത്താൻ ഉദ്ദേശിക്കില്ല. കാരണം ആ കുടുംബാംഗങ്ങളെല്ലാം ഇപ്പോൾ ഞങ്ങളുടെ മുമ്പിലുണ്ട്. മിഥുന്റെ അച്ഛനടക്കമുള്ള ആളുകൾ ഇവിടെ നിൽക്കുകയാണ്. ഒരിക്കലും ഞങ്ങൾ കുടുംബത്തെ കുറ്റപ്പെടുത്തുന്നില്ല. പക്ഷേ നെറികെട്ട രാഷ്ട്രീയം കളിച്ചാൽ അതിനെ ഞങ്ങൾ തുറന്നു കാണിക്കുന്നതിൽ യാതൊരു മടിയുമില്ല. ഞങ്ങൾ ഈ പുളിക്കൽ കവലയിൽ ജനിച്ച ആളുകളാണ്. ഈ പുളിക്കൽ കവലയിൽ സെന്റ് ജോസഫ് സ്കൂളിൽ വിദ്യാഭ്യാസം ചെയ്ത ആളാണ് ഞാൻ. എംബസജനും അടക്കമുള്ള ആളുകൾ, ജോസ് പി വർഗീസ് അടക്കമുള്ള ആളുകൾ ഞങ്ങൾ ഇവിടെയാണ് ജനിച്ചു വളർന്നത്. കഴിഞ്ഞ 40 വർഷം പൊതുപ്രവർത്തനം, 40 വർഷത്തെ രാഷ്ട്രീയം ഞങ്ങൾ കണ്ടവരാണ് പുളിക്കൽ കവലയിൽ. മിഥുന്റെ കുടുംബത്തെ ഞങ്ങൾ സഹായിച്ചിട്ടുണ്ട്. ഞങ്ങൾക്ക് കിട്ടിയ തുച്ഛമായ വരുമാനം ആ കുടുംബത്തിന് ഞങ്ങൾ കൊടുത്തിട്ടുണ്ടെന്നുള്ളത് നെഞ്ചത്ത് കൈവച്ച് പറയുവാൻ ഞങ്ങൾക്ക് കഴിയും. ആ കാര്യത്തിൽ ഞങ്ങൾക്ക് ഒരു ഉളുപ്പുമില്ലെന്നാണ് ഇവിടുത്തെ രാഷ്ട്രീയ നേതൃത്വത്തോട് പറയാനുള്ളത്. പക്ഷേ ഇവിടുത്തെ രാഷ്ട്രീയക്കാർ പറയുന്നത് എന്താണ്? പ്രത്യേകിച്ച് മാർക്സിസ്റ്റ് പാർട്ടി കഴിഞ്ഞ ദിവസം ഒരു മീറ്റിംഗ് നടത്തി പറഞ്ഞത് എന്താണ്? 10 ലക്ഷം രൂപ പിരിച്ചു, അതിലേതാണ്ട് 5000 രൂപയെ കൊടുത്തുള്ളൂ എന്ന് മിനിയെ കൊണ്ട് പറയിക്കുക. ഏതായാലും മിനിയുടെ ആ മീറ്റിംഗ് കേൾക്കുവാൻ നമ്മുടെ ആളുകൾ ആ സ്റ്റേജിൽ ഉണ്ടായിരുന്നു. മിനി അവസാനം ഒരു കാര്യം പറഞ്ഞു. എന്റെ മകനൊരു വിഷയമുണ്ടായപ്പോൾ ആരുടെ കയ്യിലെങ്കിലും അന്നത്തെ ടേപ്പ് ഉണ്ടെങ്കിൽ പാർട്ടി സഹാക്കളതൊന്ന് പരിശോധിക്കണം. മിനി എന്ന് പറഞ്ഞ സഹോദരി ആ സ്റ്റേജിൽ നിന്നുകൊണ്ട് വിധിപ്പിക്കൊണ്ട് പറഞ്ഞൊരു കാര്യം, എന്റെ മകനൊരു വിഷയമുണ്ടായപ്പോൾ കോൺഗ്രസ്
കോൺഗ്രസുകാരനുമില്ലായിരുന്നു, കമ്മ്യൂണിസ്റ്റുകാരനുമില്ലായിരുന്നു എന്ന് CPM-ന്റെ സ്റ്റേജിലാണ് ഇനി പറഞ്ഞത്. അങ്ങനെ പറഞ്ഞിട്ടില്ലെന്ന് ആർക്കെങ്കിലും പറയാമെങ്കിൽ ഞാനിപ്പോൾ CSTS വിടുന്നതായിരിക്കും. നിഷേധിക്കാൻ പറ്റുമോ? മിനിയെ കൊണ്ട് പറയിക്കാൻ വന്നവനൊന്ന് പഠിപ്പിച്ചിട്ട് വേണ്ടേ വിടാൻ? മിനിക്ക് ക്ലാസ് എടുത്തുകൊണ്ട് വന്നവനൊന്ന് പഠിപ്പിച്ചിട്ട് വേണ്ടേ വിടാൻ? ക്ലാസ് എടുത്തുകൊണ്ട് വന്ന ഇവിടെ വന്നപ്പോ ആകെപ്പാട് തെറ്റിപ്പോയി. പാപം ഞങ്ങളുടെ സഹോദരി, പ്രിയപ്പെട്ട സഹോദരി, നിങ്ങൾക്ക് ഞങ്ങൾ എതിരില്ല, ഒരിക്കലും എതിരില്ല. നിങ്ങളെ വഞ്ചിക്കുവാൻ ഞങ്ങൾ ശ്രമിച്ചിട്ടില്ല. ഒരു 10 പൈസ പോലും മിഥുന്റെ രക്തസാക്ഷിന്ന് ഒരു കട്ടൻ ചായ പോലും കുടിക്കാത്ത ആളുകളാണ് എന്ന് ഞാൻ അഭിമാനത്തോടു കൂടി പറയുകയാണ്. പക്ഷേ ഞങ്ങളെ ആക്ഷേപിക്കുവാൻ വേണ്ടി മാർക്സിസ്റ്റ് പാർട്ടി കാണിക്കുന്ന പൊറോട്ട നാടകമുണ്ടല്ലോ, അത് ഞങ്ങൾ അനുവദിക്കത്തില്ലെന്ന് പറയുവാൻ വേണ്ടിയാണ് പുളിക്കൽ കവലയ സമ്മേളനം ഞങ്ങൾ വിളിച്ചു കൂട്ടിയത്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞങ്ങളെ കുടുംബത്തെ കിട്ടിയ പണം മാത്രമാണ് സഹായിച്ചത്. അതിനുശേഷം നിങ്ങൾക്കറിയാം, 2013 മിഥുന്റെ മരണത്തിന് ശേഷം 2013 ജൂലൈ മാസം 1-ാം തീയതി CSTS എന്ന പ്രസ്ഥാനത്തിന് രൂപം കൊടുത്തുകൊണ്ട് അതിന്റെ സമ്മേളനം പരിപാടികൾ ഞങ്ങൾ തീരുമാനിച്ചതാണ്. അങ്ങനെയാണ് ഞങ്ങൾ ഈ പരിപാടികളുമായി മുന്നോട്ട് പോയത്. ആ കുടുംബത്തിന് ഞങ്ങൾക്ക് കിട്ടിയ തുച്ഛമായ വരുമാനമാണ് കൊടുത്തത്. ഞങ്ങൾ ഇതിന്റെ കുടുംബ സഹായ നിധിയിലേക്ക് ഒരാളോടും 10 പൈസ മേടിച്ചില്ലെന്ന് മാത്രമല്ല, ആ കുടുംബത്തെ സഹായിക്കാനാണെന്ന് പറഞ്ഞുകൊണ്ട് ഏതെങ്കിലും ഒരു ബാങ്കിൽ നിന്ന് ഒരു അക്കൗണ്ട് എടുത്ത് ആ കുടുംബ സഹായ നിധിയിലേക്ക് ഫണ്ട് ഇടണമെന്ന് ഞങ്ങൾ ആരോടും ആവശ്യപ്പെട്ടില്ല. പക്ഷേ 2013 CSTS തുടങ്ങിയ ജൂലൈ മാസം 5-ാം തീയതി ഈ പുളിക്കൽ കവല ബ്രാഞ്ചിൽ ഞങ്ങൾ ഒരു അക്കൗണ്ട് എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് പരിശോധിക്കാം. ആ അക്കൗണ്ട് ചേരമ സംഭവ ഡെവലപ്മെന്റ് സൊസൈറ്റിയുടെ പേരിലുള്ള അക്കൗണ്ടാണ്. 2017 ഈ മാസം വരെയുള്ള ഈ സമ്മേളന ചെലവിലേക്ക് വരെയുള്ള വരുമാനങ്ങൾ ഞങ്ങൾ ബാങ്ക് വഴിയാണ് ശേഖരിക്കുന്നത്. ഇപ്പോൾ ആ കുടുംബം പറയുന്നത് നിങ്ങൾ പിരിവ് നിർത്തണമെന്നാണ് പറയുന്നത്. എനിക്ക് വലിയ ആശ്ചര്യം തോന്നുകയാണ്, പിരിവ് നിർത്തണമെന്ന് എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ സഹോദരൻ കാർഗിൽ യുദ്ധത്തിൽ വെടിയേറ്റ് മരിച്ചതല്ലേ പിരിവിങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കാൻ. മാർക്സിസ്റ്റ് പാർട്ടി പറയാ പിരിവ് നിർത്താൻ. കാർഗിൽ യുദ്ധത്തിൽ വെടിയേറ്റ് മരിച്ചതല്ലേ ഞങ്ങളുടെ സഹോദരൻ, അതുകൊണ്ട് പിരിവിങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. 10 ലക്ഷം രൂപ പിരിച്ചു, 50,000 കൊടുത്തുള്ളൂ, ബാക്കി രൂപ CSTS നേതാക്കന്മാർ പുട്ടടിച്ചെന്നാണ് പറയുന്നത്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞങ്ങൾ ഒരു നയാ പൈസ പോലും ആ കുടുംബത്തെ വഞ്ചിച്ചിട്ടില്ലെന്ന് ഈ പുളിക്കൽ കവലയിൽ ഈ കവലയിൽ നിന്നോട് പറയാനാണ് ഞങ്ങൾ ഇങ്ങോട്ട് വന്നത്. നിങ്ങൾ നടത്തുന്ന ഈ രാഷ്ട്രീയ നീക്കം, ആ നീക്കത്തെ തുറന്നു കാണിക്കുവാൻ വേണ്ടി ഞങ്ങൾ ജനാധിപത്യപരമായിട്ടാണ് ഇവിടെ ഒരു സമ്മേളനം നടത്തുന്നല്ലാതെ ഞങ്ങളെ അമർ ചെയ്യാമെന്നൊന്നും മാർക്സിസ്റ്റ് പാർട്ടി വിചാരിക്കേണ്ട. എന്താണ് മാർക്സിസ്റ്റ് പാർട്ടി പറഞ്ഞത്? മിഥുന്റെ കുടുംബത്തിന് വേണ്ടി പണം പിരിച്ചിട്ട് നേതാക്കന്മാർ കാറ് മേടിച്ചെന്നാ പറയുന്നത്. എടാ, ഇവന്റെയൊക്കെ ആഗ്രഹം പണ്ടത്തെ പറയനെ പോലെ സൈക്കിളിൽ കയറി നടക്കണം. ഞങ്ങൾ ഇന്നും വലിയ കാറ് മേടിച്ചുകൊണ്ട് പുളിക്കൽ കവലയുടെ സഞ്ചരിക്കും, ഒരു തർക്കവും വേണ്ടാർക്കും. അപ്പൊ പറയുന്ന കാറ് മേടിച്ചെന്ന് പറയനും വലിയനും കാറ് മേടിക്കാൻ മേൽ നിന്നോട് ആരടാ പറഞ്ഞത്? ഞങ്ങൾ ഇനിയും ഇതിലും വലിയ കാറ് മേടിച്ചുകൊണ്ട് ഇതിൽ പോകും. പക്ഷേ ഞങ്ങൾ പാവപ്പെട്ട മിഥുന്റെ പൈസ എടുത്ത് കാറ് മേടിക്കാൻ ഉദ്ദേശിക്കില്ല. ഈ നിൽക്കുന്ന ആളുകൾ CSTS ഇപ്പോൾ ഉള്ള ആളുകൾ 10 രൂപ വെച്ച് തന്നാൽ 18 കാറ് ഞങ്ങൾ ഇന്നോവ തന്നെ മേടിക്കാൻ. മാർക്സിസ്റ്റ് പാർട്ടി പറന്നു പോകരുത്. അതുകൊണ്ട് മാർക്സിസ്റ്റ് പാർട്ടിയുടെ ഗുണ്ടായിസത്തിന് മുമ്പിൽ, അക്രമരാഷ്ട്രീയത്തിന് മുമ്പിൽ, അപമാനത്തിന് മുമ്പിൽ മുട്ടുവളഞ്ഞ് നിൽക്കുമെന്നൊന്നും ആരും പ്ലാൻ ചെയ്യണ്ട. ഒരുപാട് ആക്ഷേപങ്ങൾ ഞങ്ങൾക്കെതിരെ പറഞ്ഞു. ഞങ്ങൾ വീട് വെച്ചു, ഞങ്ങൾ വീട് വെക്കാതിരിക്കണം. നീയൊക്കെ മാത്രം വീട് വെച്ചാൽ മതിയോ? ഞങ്ങൾ എല്ലാവരും ഈ 2 നില കെട്ടിടം പണിയുവാനാണ് ആഗ്രഹം. ഇനിയും അങ്ങനെ ആഗ്രഹമില്ലാത്ത ഞങ്ങളുടെ കൂട്ടത്തിൽപ്പെട്ട സഹോദരങ്ങളുണ്ട്. മാർക്സിസ്റ്റ് പാർട്ടി അവരെ മുഴുവൻ പുറത്താക്കിയിരിക്കുക. അവരോട് ഇപ്പൊ പറഞ്ഞിരിക്കുന്നത് എന്താണ്? നിങ്ങൾക്ക് വേണ്ടി കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഒരു ചാർട്ട് കെട്ടിയിരിക്കുക. എന്താണ് ചാർട്ട്? PKS എന്ന് പറഞ്ഞൊരു ചാർട്ട് കെട്ടിക്കൊടുത്തിരിക്കുക. എടാ ദളിതന്മാരെ, നീനക്കൊക്കെ പാർട്ടി നിൽക്കണ ഈ PKSന്റെ കൊടിയും പിടിച്ചുകൊണ്ട് അതിന്റെ നേതാവിനെ കൊണ്ട് നമുക്കെതിരെ വർത്തമാനം പറയാൻ വന്നാൽ, ഞങ്ങൾ ചരിത്രപരമായ കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ അതിനെ നിഷേധിക്കാൻ മാർക്സിസ്റ്റ് പാർട്ടി കഴിയത്തില്ല. അങ്ങനെ മിഥുന്റെ കുടുംബത്തെ സഹായിക്കുവാൻ വേണ്ടി ഞങ്ങൾ എടുത്ത ദൗത്യം
2013 സെപ്റ്റംബർ മാസം 8-ാം തീയതി ഈ പുലിക്കൽ കവല ചന്തമൈതാനി നടന്ന സമ്മേളനത്തോടുകൂടി അവസാനിച്ചതാണ്. അതിനുശേഷം വന്ന പൈസയും ഇതിന്റെ കുടുംബത്തെ സഹായിക്കാനാണെന്നാണ് മാർക്സിസ്റ്റ് പാർട്ടി പറയുന്നത്. എന്തൊരു സ്നേഹമാണ് അറിയണ്ടേ മാർക്സിസ്റ്റ് പാർട്ടിക്ക്? വലിയ സ്നേഹമാ. പ്രിയപ്പെട്ട എന്നെ കേൾക്കുന്ന സഹോദരങ്ങൾ ഇവിടെ ഉണ്ടെങ്കിൽ ഞാൻ പറയുന്നു, 2013 മെയ് മാസം 28-ാം തീയതി ദേശാഭിമാനി എന്നൊരു പറഞ്ഞ ഒരു പത്രം ഇറങ്ങിയിട്ടുണ്ട്. മെയ് മാസം 28-ാം തീയതി ഏതെങ്കിലും സഹാക്കന്മാരുടെ കയ്യിൽ ആ പത്രമുണ്ടെന്ന് നിങ്ങളൊന്ന് പരിശോധിക്കണം. ആ പത്രത്തിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നു: ശ്രീലമ്പടനും പെണ്ണുപിടിയനുമായ മിഥുനെ വെട്ടിക്കുന്നെന്നാണ് പറഞ്ഞ ദേശാഭിമാനി എന്ന് പറഞ്ഞ പത്രം. 28-ാം തീയതി പത്രം ഉണ്ടെങ്കിൽ ആർക്കെങ്കിലും പരിശോധിക്കാം. ദേശാഭിമാനി എന്ന് പറഞ്ഞൊരു പത്രമാണെന്ന് ഞങ്ങൾ പറയത്തില്ല. കാരണം പാർട്ടി പത്രം എന്ന് പറയുന്ന കുറെ നാല് ദേശാഭിമാനി ഇവിടെ പത്രമാകുന്നത് പാർട്ടി പത്രം എന്ന് പറയുന്നതാണ് നല്ലത്. ആ പത്രത്തിൽ മെയ് മാസം 28-ാം തീയതി ഭാവി എന്ന് പറയുന്ന കൊലയാളിയുടെ ഭാര്യയെ കടന്നു പിടിക്കാൻ ചെന്നതിന്റെ പേരിലാണ് ദേശാഭിമാനിയും മാർക്സിസ്റ്റ് പാർട്ടിയും KK രമയ്ക്ക് ആശ്വാസം കൊടുക്കുവാൻ പോയിട്ടുണ്ടോ? ആ പത്രമാണ് എഴുതുന്നത് CSDS അഴിമതിക്കാരാണെന്ന കുപ്രചരണം നടത്തിക്കൊണ്ട് വളർന്നു വരുന്ന ഒരു ദളിത് മുന്നേറ്റ പ്രസ്ഥാനത്തെ തകർക്കുവാൻ വേണ്ടിയാണ് CPM ആഗ്രഹിക്കുന്നത് എങ്കിൽ നിങ്ങളുടെ ആ വെള്ളമങ്ങ് വാങ്ങിവെച്ചാൽ മതിയെന്നാണ് എനിക്ക് പറയുവാനുള്ളത്. ഇവിടെ മിനിയെ ഞങ്ങൾ ഒരിക്കലും കുറ്റപ്പെടുത്തുന്നില്ല. കാരണം മിനി എന്ന് പറഞ്ഞ സഹോദരി ഞങ്ങളോടൊപ്പം നാളുകളിൽ വരേണ്ട സഹോദരിയാ. ഒരു പക്ഷെങ്കിൽ നിങ്ങൾക്കെതിരായ മറ്റൊരു പത്രസമ്മേളനവും നടത്തുന്ന കാര്യം അവർ ആലോചിക്കുന്നുണ്ടെന്നാണ് എനിക്കിപ്പോ അറിയാൻ കഴിഞ്ഞത്. എന്താണ് സംഭവം? കഴിഞ്ഞ 4 വർഷത്തിന് ശേഷമാണ് ഇതിന്റെ അമ്മ പറയുന്നത്, എന്നെ വഞ്ചിച്ചു, എന്റെ പേരിൽ പണം പിരിച്ചു, ആംബുലൻസ് മേടിച്ചു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആംബുലൻസ് മേടിച്ച CSDSന്റെ വരവിന് ശേഷം വന്ന 100-200-ലധികം കുടുംബയോഗങ്ങൾ ചേർന്നുള്ള ആംബുലൻസ് ആണ്. അതിന് ഞങ്ങൾ ചോളമംഗലം ഫിനാൻസിൽ നിന്ന് ലോൺ ഇട്ടാണ് ആംബുലൻസ് മേടിച്ചത്, അല്ലാതെ ഈ പൈസ എടുത്തല്ല. KK സുരേഷും MS സജനൻ കാറ് മേടിച്ചിട്ടുണ്ടെങ്കിൽ അത് ലോൺ എടുത്തിട്ടാണ്. വീട് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ലോൺ എടുത്തിട്ടാണ്. നിങ്ങളോട് പറയേണ്ട കാര്യമൊന്നുമില്ല, പറഞ്ഞില്ലേ ഞാൻ കുഴപ്പമില്ല. പക്ഷേ ചില ജനാധിപത്യ വിശ്വാസികൾക്ക് സത്യം ബോധ്യപ്പെടണം എന്നുള്ളത് കൊണ്ടാണ് ഇത്തരം കാര്യങ്ങളൊക്കെ ഞാൻ പറയുന്നത്. ഒരു തരത്തിലും ആ കുടുംബത്തെ വഞ്ചിക്കുവാനുള്ള ഒരു നടപടികളും ഒരു മോശമായ സമീപനം പോലും ആ കുടുംബത്തോട് ഞങ്ങൾ സ്വീകരിച്ചിട്ടില്ല എന്നുള്ളതാണ് വസ്തുത. ആ പരാതി എഴുതി കൊടുത്ത മാർക്സിസ്റ്റ് പാർട്ടിക്കാരോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ CSDSനെ തകർക്കാൻ വേണ്ടി ഇത്തരം തേർഡ് റേറ്റ് കളികളല്ല കളിക്കേണ്ടത്. ന്യായമായ കളി കളിക്കണം, ന്യായമായ ആക്ഷേപം പറയണം. അവരിപ്പോ പറയുന്നത് എന്താണ്? CSDS നേതാക്കന്മാരെല്ലാം അഴിമതിക്കാരാണ്. പ്രത്യേകിച്ച് ഒരു വിജിലൻസ് കേസിൽ ശിക്ഷിച്ച ഒരു പ്രതിയാണ് ഈ പ്രസ്ഥാനം നയിക്കുന്നത്. ശരിയാ, ആർക്കാ തർക്കമില്ലായിരിക്കുന്നു? CPMലോട്ട് ഞാൻ വന്നില്ലല്ലോ. അവിടെ പ്രശ്നമുണ്ടെങ്കിൽ ഇവിടെ തീർത്തോളൂ. ചില ആളുകൾ വിജിലൻസ് കേസിൽ പ്രതിയാണ്, ഞങ്ങളെല്ലാം മാന്യന്മാരാണ്, ഞങ്ങളെല്ലാം അഴിമതി മുക്തരാണെന്നൊക്കെ പറയുന്ന ആളുകളോട് ചില ചോദ്യങ്ങൾ ചോദിക്കാതിരിക്കാൻ കഴിയത്തില്ല. അഴിമതിയുടെ കറപുരളാത്ത കരണങ്ങളുള്ള ഏതെങ്കിലും മാർക്സിസ്റ്റുകാരൻ AKജിയുടെ കാലഘട്ടത്തിന് ശേഷമുണ്ടോ CPMൽ? ഇല്ലെന്നുള്ളത് മറ്റൊരു വസ്തുതയാണ്. പക്ഷെ അവിടോട്ടൊന്നും പോകേണ്ട കാര്യമില്ലല്ലോ. ഈ അടുത്ത കാലത്തിലെ ഒട്ടേറെ അഴിമതി കഥകൾ മാർക്സിസ്റ്റുമാരുടെ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. എന്താണ് അവർ നടത്തുന്ന അഴിമതികൾ? ഇപ്പോൾ CSDS നേതാക്കന്മാർ കേസിൽ പ്രതിയാണെന്ന് പറയുന്ന ആളുകൾ, ശിക്ഷിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞ ആളുകളോട് ഞങ്ങൾക്ക് യാതൊരു തർക്കവുമില്ല. അങ്ങനെയുണ്ടെങ്കിൽ അതിന്റെ ബാക്കി നോക്കാനും ഞങ്ങൾക്കറിയാം. ആ കാര്യത്തിൽ തർക്കം വേണ്ട. നിങ്ങൾക്ക് അങ്ങനെ ആക്ഷേപം ഉണ്ടെങ്കിൽ പക്ഷേ നിങ്ങളുടെ മന്ത്രിസഭയിൽ, നിങ്ങളുടെ ഗവൺമെന്റിൽ കഴിഞ്ഞ 3 വർഷങ്ങൾക്ക് മുമ്പ്, 6 വർഷങ്ങൾക്ക് മുമ്പ് ഇടമലയാർ കേസിൽ 3 വർഷം വിജിലൻസ് കോടതി ശിക്ഷിച്ച R ബാലകൃഷ്ണപിള്ളയെ മുന്നോക്ക വികസന കോർപ്പറേഷൻ ചെയർമാനാക്കി ഇരുത്തുകൊണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാവ് പിണറായി നടത്തിയ പ്രഖ്യാപനം അഴിമതിക്കാൻ ഇടം കൊടുത്ത ആ പാർട്ടിയുടെ നേതാക്കന്മാരാണ് പറയുന്നത് CSDSകാർ മുഴുവൻ അഴിമതിക്കാരാണെന്ന് പറഞ്ഞു. ഇടമലയാർ കേസിൽ 3 വർഷം ശിക്ഷിച്ച R ബാലകൃഷ്ണപിള്ളയെ മുന്നോക്ക വികസന കോർപ്പറേഷന്റെ ചെയർമാനാക്കിയ പാർട്ടിയാണ് മാർക്സിസ്റ്റ് പാർട്ടി. ആ പാർട്ടി പറയുന്നത് CSDSകാർ മൊത്തം അഴിമതിക്കാരാണ്. അവരുടെ ഒരു പക്ഷമായിരിക്കാം. പക്ഷേ ഞങ്ങൾ ചോദിക്കുന്നത്, ആരോടെങ്കിലും ഈ നാട്ടിൽ ഞങ്ങൾ അനാവശ്യമായി പിരിവ് നടത്തിയിട്ടുണ്ടോ? ആരോടെങ്കിലും മുമ്പിൽ ഞങ്ങൾ കൈനീട്ടിയിട്ടുണ്ടോ?
ആരോടെങ്കിലും ഞങ്ങൾ കടം കൊടുക്കാനുണ്ടോ? നിങ്ങളൊന്ന് പറ. ഈ പുളിക്കൽ കവല ജനിച്ചതാണെന്ന് ഞങ്ങൾ ചോദിക്കുകയാണ്. ഈ മാർസിസ്റ്റ് പാർട്ടികൾക്ക് പ്രചരണങ്ങളുണ്ടല്ലോ, രാഷ്ട്രീയ പ്രചരണങ്ങൾ പറയുന്നതിന് കുഴപ്പമില്ല. പക്ഷേ നീതിക്ക് നിരത്താത്ത വാക്കുകൾ പറയുകയാണ് ചില ആളുകൾ പറയുന്നു നമ്മൾ അഴിമതിക്കാരാണെന്ന് പറയുമ്പോൾ ഞങ്ങൾ മുന്നോട്ട് വയ്ക്കുന്ന ചില വിഷയങ്ങളുണ്ട്. ഇവിടെ അഴിമതിക്കെതിരെ സമരം നടത്തുന്ന ഒരു നേതാവ്, അഴിമതിക്കെതിരെ ഞങ്ങൾക്കെതിരെ പ്രസംഗിക്കുന്ന ഒരു നേതാവ്, അദ്ദേഹത്തിന്റെ സമരങ്ങൾ ഞങ്ങൾ ഒരിക്കൽ കണ്ടതാണ്. സ്വാശ്രയ മാനേജ്മെന്റിനെതിരെ വലിയ സമരം നയിച്ച ആ നേതാവിനെ കുറിച്ച് നിങ്ങൾക്കറിയാം. സ്വാശ്രയ മേഖലയ്ക്കെതിരെ സമരം നയിച്ച CSDS-നെതിരെ പ്രസംഗിക്കുന്ന ഒരു നേതാവുണ്ടല്ലോ. ആ നേതാവിന്റെ കുടുംബത്തിൽ പിറന്ന ഒരു കുഞ്ഞിന് ഗോപാലന്റെ കോളേജിൽ MBBS-ന് 45% മാർക്ക് മാത്രമുള്ള ആ നേതാവിന്റെ മകളെ ഗോപാലന്റെ കോളേജിൽ 1 കോടി രൂപ കൊടുത്താണ് ചേർത്തത്. എവിടുന്നായി പണം കിട്ടിയത്? പൊതുപ്രവർത്തകന് എവിടുന്നാണ് പണം? 1 കോടി രൂപ ഗോപാലന്റെ കോളേജിൽ കൊടുക്കുവാൻ എവിടുന്നാണ് പണം? ഞങ്ങൾ ചോദിക്കുന്നു. മാത്രമല്ല, ഈ അടുത്ത കാലത്താണ് ഈ